സാധാ നമ്മൾ വെക്കുന്ന ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ബീഫ് ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് കുറേ വ്യത്യാസമുണ്ട്. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് റിച്ചാണ്. അതുമാത്രവുമല്ല, ഇതിൻ്റെ ഗ്രേവിയാണ്, തിക്ക് ഗ്രേവിയാണ്. ആ ഗ്രേവിക്ക് നമ്മൾ കുറേ ചേരുവകൾ ചേർക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റായത് കേട്ടോ. സാധാരണ ബീഫ് ബിരിയാണി വെക്കുന്ന സമയത്ത് ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ബീഫ് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണേ ചേർക്കുന്നുള്ളേ. കുരുമുളക് പൊടി ആവശ്യത്തിന് വേണം. കുരുമുളക് പൊടി ബീഫിന് നല്ലതാണ് കേട്ടോ. പിന്നെ അതിലോട്ട് ചേർക്കുന്ന പെരിഞ്ജീരകപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് തൈരാണ്. ആ തൈരും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഓയിലെന്ന് പറഞ്ഞാൽ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില. ഇപ്പോൾ അത്യാവശ്യം ഇറച്ചിക്ക് വേണ്ടി എല്ലാ പൊടികളും ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഈ മസാല ഒക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് ഈ കൂട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുമ്പോഴത്തേക്ക് ഈ മസാല ഒക്കെ നല്ലോണം ഈ ബീഫിലൊക്കെ പിടിച്ചിട്ടുണ്ടാവുമേ. ഇനി ഇതൊന്ന് നല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാവേ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോളയാണ്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ള കൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച് 2 സവോള ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കണം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് കാഷ്യൂവും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കണം. നമ്മളെടുത്ത സവോളയും കാഷ്യൂവും മുന്തിരിയും ഒക്കെ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പകുതി തക്കാളി ഞാൻ അകത്തെ അരിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ഡെക്കറേഷൻ സമയത്ത് ബീഫിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ നല്ലൊരു കളറായിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാവുമേ. ഇനി മല്ലിയിലയും ഞാൻ ഇതുപോലെ തന്നെ തക്കാളി മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് ഒരു ചൊവയുണ്ട്, അത് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതും കുറച്ച് ഷാലോ ഫ്രൈ മതി, ഡീപ്പ് ആകണ്ട. എന്നിട്ട് ഇതെടുത്ത് ഇതും മാറ്റി വെക്കാം. അതിനുശേഷം എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാം വേറെ വേറെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ 4 സവോള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാ സാധനവും കൂടെ നല്ല അരച്ചെടുത്തത്. അരച്ചെന്ന് പറഞ്ഞാൽ ഒരു ക്രഷായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ സവോള മൂത്ത് വന്ന സമയത്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഒന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളിയാണ്. ആ തക്കാളിയും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. അപ്പോൾ വേഗം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഇളക്കി അതിൻ്റെ കളറൊക്കെ മാറി പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്ന സമയത്തുണ്ടല്ലോ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു. പെരിഞ്ജീരകപ്പൊടി മാത്രമേ നമ്മൾ ഇറച്ചിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് ചേർത്തിട്ടുള്ളൂ. ഇത് ഞാൻ പൊടിച്ചെടുത്ത മസാലയെ വീട്ടിൽ തന്നെ, അതുകൊണ്ട് 1/2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ചാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള എല്ലാ പൊടികളും നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല ഇതൊന്നും പച്ചമണമൊക്കെ മാറി മൂത്ത് വരുന്ന സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയുടെ കൂടെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ആദ്യം പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് കുറച്ചിടുന്നത്. പിന്നെ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാവേ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഫ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുക്കറിൽ ഇട്ട് ഒരു 5 അടി അടിച്ച് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കുറച്ച് വേവും കൂടി ഇതിനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നത് വെന്തോളും. പിന്നെ നമുക്ക് തിക്ക് ഗ്രേവിയും വേണം.
കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. 1 കപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് തൈര്, ഒരുപാടായ പുളി കൂടും. ഇത് പുളി കുറഞ്ഞ തൈരായതുകൊണ്ട് ഒരു അരക്കപ്പും കൂടെ ഞാൻ ചേർക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ജാതിപത്രി, പിന്നെ തക്കോലം, ഒരുമാതിരിപ്പെട്ട നമ്മുടെ സാധാ ചേർക്കുന്നത് പോലെയുള്ള മസാലക്കൂട്ടുകൾ തന്നെയാണ്. പിന്നെ ഏലക്ക ചതച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, പിന്നെ ഞാൻ ചേർക്കുന്ന കുറച്ച് വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ജീരകം, അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടണം. പിന്നെ ഞാൻ പട്ടയും അതിൻ്റെ ഇലയുമാണ് ചേർത്തിരിക്കുന്നത്. ഈ പട്ട ഞാൻ തന്നെ ഉണങ്ങിയെടുത്ത ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഇത്രയും ചേർത്തതിന് ശേഷം 1 സ്പൂൺ നെയ്യും ചേർക്കണം. എന്നാലേ ഉള്ളൂ ചോറ് നമ്മുടെ ഒട്ടാതെ ഇരിക്കത്തുള്ളൂ. ഈ നെയ്യും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് തിളയ്ക്കാൻ വെക്കാവേ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി ഏത് ഭാഗമായെന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി. അതിലേക്ക് ഞാൻ ബദാം, കശുവണ്ടി, നേരത്തെ കുതിർത്ത് വെച്ചില്ലേ, മുന്തിരി, 2-3 ഈന്തപ്പഴം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഗ്രേവിയിലേക്ക് ഇത് ചേർക്കുമ്പോഴത്തേക്ക്. എന്നിട്ടത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ലിഡ് കൊണ്ട് മൂടിയതിന് ശേഷം നമ്മൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ജീരകശാലയുടെ അരി നല്ല കഴുകി വാരി വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തതാണ്. ഇപ്പോൾ വെള്ളം നല്ല തിളച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരി അതിലേക്കിട്ട് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഗ്രേവിക്കായിട്ടുള്ള ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്തെടുക്കണം. അപ്പോഴത്തേക്ക് ഇതൊന്നിരുന്ന് വേകട്ടെ. വറ്റിച്ചെടുക്കുന്ന ചോറാണ് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഒരു നാരങ്ങയും അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ചോറ് വിട്ടേ കിടക്കത്തുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറോളമായിട്ടുണ്ട്. സിം മോഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറെല്ലാം കറക്റ്റ് പാകത്തിന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാം, ഈ സമയത്ത് നമ്മൾ വറ്റിച്ചെടുത്ത ചോറല്ലേ, ഈ സമയത്ത് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ചോറ് ഒട്ടുകയില്ല. വെള്ളമെല്ലാം വറ്റി അരി നല്ലോണം വെന്തിട്ടുണ്ട്. പക്ഷെ ഉള്ളരി ശകലം കൂടെ വേവുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അടച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയത് കേട്ടോ, തേങ്ങയും കറിവേപ്പിലയും കൂടെ വറുക്കുകയാണ്. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ വറുത്തെടുക്കാം. ഇതൊക്കെ ഓപ്ഷനല്ല, ഞാൻ പറഞ്ഞു ഇനി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ സാധാരണ ബീഫ് ബിരിയാണിക്ക് ഇങ്ങനെ ചേർക്കാറുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതിലേക്ക് ഒട്ടും വെള്ളമില്ലാതെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വയ്ക്കാവേ. അതിനുശേഷം ഇനി ദമ്മിടാൻ തുടങ്ങാം. 1 കിലോ ബീഫിനുള്ള ചേരുവകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി മല്ലിയിലയും കൂടെ കുറച്ചുകൂടി വെതറി വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ദമ്മിടാൻ എടുത്തിരിക്കുന്ന ചെമ്പിലേക്ക് ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിൻ്റെ കൂടെയുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇല്ലാതെ തിക്കായിട്ട് ഒത്തിരി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ദമ്മിടുന്ന സമയത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ അടി വെച്ച് ശേഷം അതിൻ്റെ പുറത്ത് ഗ്രേവി ഇട്ട് കൊടുക്കണേ. മസാല എല്ലാം ഇട്ടു. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ഡ്രൈ ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കണം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞു. ഇനി ഈ റൈസിൻ്റെ മണ്ടയിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ വറുത്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം ഇട്ട് കൊടുക്കണം 1 by 1 ആയിട്ട്. വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും എല്ലാം വിതറി. അതിനുശേഷം കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം വിതറി. അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാല അതിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ തന്നെ എല്ലാ ലെയറും ഫില്ല് ചെയ്തെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യും അതുപോലെ തന്നെ വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ്. ഇപ്പോൾ പൈനാപ്പിൾ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ മുന്തിരിയുടെയൊക്കെ കൂട്ടിലേക്കുണ്ടല്ലോ കുറച്ച് കസ്കസ് ചേർത്തായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ചോറും ദം ഇട്ടെടുക്കാം. ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന വറുത്ത എല്ലാ സാധനവും അതിൻ്റെ മുകളിലേക്ക് വിതറാം. അതിനുശേഷം ഞാൻ കുറച്ച് കുങ്കുമപ്പൂ കലക്കി എടുത്തിട്ടുണ്ട് പാലിനകത്ത്. അത് ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മണ്ടയിലേക്ക് ഒരു സ്മെല്ലും കിട്ടും കേട്ടോ, ഒഴിച്ചു കൊടുക്കാം. ചുറ്റും ഒരു ബിരിയാണിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ടും ചെയ്യുന്നത്. എസൻസുകളൊക്കെ വേണ്ടവർക്ക് ചേർത്ത് വെച്ചാൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ചേർക്കുന്നുണ്ട് ഒരു 2 ഡ്രോപ്സ് വെച്ച് വാനില എസൻസും പിന്നെ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ആ ബാക്കി വന്നിരിക്കുന്ന ആ നെയ്യും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ബിരിയാണി പൂർണ്ണമായി. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ദം ഇടാം. കുറച്ച് തീ കൂട്ടി വെക്കണം, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വെക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാവേ. ഒരുപാട് ടേസ്റ്റുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒത്തിരി പേരെന്നോട് ചോദിച്ചായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ചെയ്യാമോ എന്ന്. അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാരൊക്കെ സമയം കിട്ടുമ്പോൾ എൻ്റെ ഈ ചാനലിൽ കയറിയെന്ന് നോക്കണം. നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ ഒരുപാട് കുക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. ഇനി ഇതിലും വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.